വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർക്കാന്ന്. മിക്കവാറും ജോലിക്ക് പോകുന്ന എല്ലാവരും കാത്തിരിക്കുന്നത് പെട്ടെന്നൊന്ന് വീക്കെൻഡ് ആയാൽ മതി എന്നാണ്. സ്ട്രെസ് അടിച്ചിരിക്കുന്ന തലയ്ക്കൊരു തൊയിരം കിട്ടാൻ, അലാം വയ്ക്കാതെ ഇഷ്ടമുള്ളത്ര നേരം കിടന്നുറങ്ങാൻ, ഫാമിലിയായി ഒന്ന് കറങ്ങാൻ പോകാൻ, സിനിമയ്ക്ക് പോകാൻ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ, പോരാളികളെ സംബന്ധിച്ചിടത്തോളം വീടൊന്ന് ശരിക്കും വൃത്തിയാക്കാൻ, കുട്ടികൾക്ക് സ്കൂള്, ഹോംവർക്ക്, പഠിപ്പ് ആ ഒരു തലവേദന ഇല്ലാതെ അടിച്ചു പൊളിക്കാൻ ഒരു ഞായറാഴ്ച അവധി ദിവസം കൂടിയേ തീരൂ. ഇനി എങ്ങാനും വരെ ടാർഗറ്റ് കംപ്ലീഷനും പറഞ്ഞ ഓഫീസിൽ നിന്ന് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് സൺഡേ വിളിപ്പിച്ചാൽ നാഗവല്ലി നമ്മുടെ റിയൽ ഫേസ് പുറത്തു വരൂലേ. ഒത്തിരി ഇറിറ്റേറ്റഡ് ആവും നമ്മള്. ആകെ കൂടെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ്. അത് ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വി വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. ഇന്ന് ഹോളിഡേ ആണ്, ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചങ്കുറപ്പോടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു മറാഠിക്കാരനായ നാരായൺ മേഘാജി ലോഖണ്ഡെ എന്നൊരാളുടെ നിതാന്ത പോരാട്ടം കൊണ്ടാണ്. 1848 മുംബൈയിൽ ജനിച്ച് വളർന്ന അദ്ദേഹം ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 18-ാം നൂറ്റാണ്ടിൽ വസ്ത്രവ്യാപാര മേഖലയിലെ തൊഴിലാളികൾ നേരിടേണ്ടി വന്ന ദുരവസ്ഥകൾ അദ്ദേഹം നേരിട്ട് കണ്ടു. ഞായറാഴ്ച അവധി ദിവസമായി കിട്ടാനും, ഉച്ചയ്ക്ക് അരമണിക്കൂർ സമയം ലഞ്ച് ബ്രേക്ക് കിട്ടാനും, ശമ്പളം മാസത്തിന്റെ പകുതിക്ക് മുമ്പേ കിട്ടാനും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരാളാണ് നാരായൺ മേഘാജി ലോഖണ്ഡെ. ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് റാവോ ബഹദൂർ ബഹുമതി നൽകി ആദരിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം 2005 ഇന്ത്യൻ ഗവൺമെന്റ് പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ഞായറാഴ്ച പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നതിന്റെ പേരുകൾ 18-ാം നൂറ്റാണ്ട് മുതലല്ല, AD 321 മുതലേ കാണാൻ പറ്റും. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും വേണ്ടി മാത്രം ചെലവിടണമെന്ന് ആഹ്വാനം ചെയ്ത ഒരാളാണ്. യഹൂദ പാരമ്പര്യത്തിലും ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമത്തിനുള്ളതായിട്ട് അവരും കണക്കാക്കിയിരുന്നു. ക്രിസ്തു മതത്തിൽ നോക്കുകയാണെങ്കിൽ അവരും പണ്ട് മുതലേ സാബത്ത് ആചരണത്തിന്റെ ഭാഗമായി ദേവാരാധനയ്ക്കും വിശ്രമത്തിനുമായി സൺഡേ സ്പെൻഡ് ചെയ്തവരാണ്. ഈ മതവിഭാഗങ്ങളുടെ സ്വാധീനവും ഞായറാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചതിന്റെ പിന്നിലുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാൻ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ആക്കിക്കോളൂ.